ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ നമുക്കറിയാം. നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്. ശരിക്കും ഈ ആക്സിലറേറ്റർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? അതായത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ വാഹനത്തിന് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുക, അല്ലെങ്കിൽ എന്തുണ്ടാകുന്നതുള്ളതുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിന് സ്പീഡ് കൂടുന്നത്? പെട്രോൾ കൂടുതൽ ചെല്ലുന്നു 100%. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പെട്രോൾ മാത്രമാണ് അവിടെ ചെല്ലുന്നത് അല്ല. നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നൊരു യൂണിറ്റ് വരുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഈ ത്രോട്ടിൽ ബോഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും ഒരു കേബിൾ യൂസ് ചെയ്താണ്. അതായത് ആക്സിലറേറ്റർ പെഡൽ ചവിട്ടുന്ന സമയത്ത് ഒരു കേബിൾ വലിച്ചാണ് ഈ പറയുന്നൊരു ബട്ടർഫ്ലൈ വാൽവ് ഉണ്ട്. ഈ വാൽവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ അകത്തോട്ട് കടത്തി വിടാൻ വേണ്ടിയിട്ട്. എയറിനകത്ത് ഓക്സിജൻ ഉണ്ടെന്ന് നമുക്കറിയാം. എയർ കൂടുതൽ ചെല്ലുന്ന സമയത്ത് ഓക്സിജൻ്റെ അളവ് അതിനകത്ത് കൂടുതലുണ്ട്. ഫ്യൂല് ചെല്ലുന്നതിനനുസരിച്ച് അവിടെ ബേണിങ് കൂടുതൽ നടക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ശ്വസിക്കുന്നതിൻ്റെ സ്പീഡും നമ്മൾ ഓടുന്ന സമയത്ത്, അതായത് നല്ല സ്പീഡിൽ ഓടുന്ന സമയത്ത് നമ്മൾ ശ്വസിക്കുന്നതിൻ്റെ സ്പീഡും ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ടത് മനസ്സിലാവും. കാരണം നമുക്ക് കൂടുതൽ ഓക്സിജൻ വേണ്ടി വരും, നമുക്ക് കൂടുതൽ എയർ വേണ്ടി വരും. അന്നേരം നമ്മൾ ശരിക്കും ശ്വസിക്കും അകത്തോട്ട്. ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് നമ്മുടെ വാഹനത്തിൽ നടക്കുന്നത്. ഒരു ബട്ടർഫ്ലൈ വാൽവ് എന്ന് പറയുന്ന യൂണിറ്റ് ഈ ത്രോട്ടിൽ ബോഡിയിൽ വരുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞ പോലെ കേബിൾ യൂസ് ചെയ്തിട്ടാണ് ഈ ബട്ടർഫ്ലൈ വാൽവിന് ഓപ്പണും ക്ലോസും ചെയ്യുന്നത്. ഒരു ടാപ്പ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന പോലെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം വേണ്ടതനുസരിച്ച് നമ്മൾ കുറച്ച് തുറന്ന് വെക്കുന്ന പോലെ ഒരല്പം നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ഇത് ഓപ്പൺ ആകും. ഇപ്പോഴത്തെ കാലത്ത് കാലം മാറിയപ്പോഴേക്കും ഫുൾ ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി വന്നു തുടങ്ങി. ഇതിനകത്തൊരു മോട്ടോർ അസംബ്ലിയും നമ്മുടെ ആക്സിലറേറ്റർ പെഡലിൻ്റെ അവിടെ രണ്ട് സെൻസേഴ്സ്, APP സെൻസർ എന്ന് പറയും, ആക്സിലറേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ, അങ്ങനെ രണ്ട് സെൻസേഴ്സ് അതിനകത്ത് തന്നെ വരുന്നുണ്ട്. നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പെഡൽ ചവിട്ടുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ പെഡൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് സെൻസ് ചെയ്ത് ആ സെൻസിൽ തന്നെ അപ്പുറേ, അതായത് ഈ പറയുന്ന പോലെ ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡിയിൽ ഒരു കൺട്രോളിങ് യൂണിറ്റ് വരുന്നുണ്ട്. ആ കൺട്രോളിങ് യൂണിറ്റ് കൃത്യമായിട്ട് എത്രയാണ് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നത് അത്രത്തോളം ത്രോട്ടിൽ ബോഡി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കേബിൾ മെക്കാനിസം നമ്മൾ കുറച്ചു. അങ്ങനെ ഒരു കേബിൾ മെക്കാനിസം കുറച്ച് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വെയർ ആൻഡ് ടയർ കുറയുകയാണ്. കാരണം കേബിൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഇലക്ട്രോണിക് ഡിവൈസ് പൊട്ടിപ്പോകുന്നൊരു ചാൻസ് വരുന്നില്ല. പക്ഷേ കംപ്ലയിൻറ്റ്സ് വരാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ റെയറാണ്. ഒരു കാരണവശാലും ഫ്രീക്വൻ്റ് ആയിട്ട് കംപ്ലയിൻറ്റ് വരുന്നൊരു പാർട്ടല്ല ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വാൽവിനെ ഓപ്പൺ ചെയ്യിക്കും. ഈ വാൽവ് ഓപ്പൺ ചെയ്യിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എയറിനെ കൂടുതൽ കടത്തി അകത്തോട്ട് വിടും. എയർ കടത്തി വിടുന്നതും ത്രോട്ടിൽ ബോഡി തുറക്കുന്നതിൻ്റെ എത്രത്തോളം തുറക്കുന്നു എന്നുള്ളത് ECM അറിയാൻ സാധിക്കും. അതും ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡിയുടെ ഒരു ഗുണമാണ്. കാരണം മറ്റേതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തുറക്കുന്ന എത്രയാണെന്നുള്ളത് TP സെൻസർ ഉണ്ടായിരുന്നു. ത്രോട്ടിൽ പൊസിഷൻ സെൻസർ എന്ന് പറയുന്ന TP സെൻസർ വരുന്നുണ്ടായിരുന്നു. ഈ സെൻസറാണ് ECM സിഗ്നൽ കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി ആയപ്പോഴേക്കും അതിന് കൃത്യമായിട്ടുള്ള റീഡിങ് ECM ഡയറക്റ്റ് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഒരു റീഡിങ് കിട്ടുന്ന സമയത്ത് എത്രത്തോളം ഫ്യൂവൽ കൊടുക്കണമെന്നുള്ളത്, അതായത് എത്രത്തോളം ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു നല്ലൊരു ഐഡിയ നമ്മുടെ ECM കിട്ടുന്നുണ്ട്. അത്രത്തോളം ഫ്യൂലും കൊടുക്കുന്നുണ്ട്, എയറും കടത്തി വിടുന്നുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ സ്പീഡ് കൂടുന്നത്, അല്ലെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നത്. അതേ സ്ഥാനത്ത് ഡീസൽ വാഹനത്തിലാണെങ്കിൽ ഈ പറയുന്ന ഒരു ത്രോട്ടിൽ ബോഡി വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ വാൽവോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേ സ്ഥാനത്ത് ഡീസൽ വാഹനത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, കൂടുതൽ ഫ്യൂവൽ ചെല്ലുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഡീസൽ വാഹനത്തിലെല്ലാം ടെർബോ വരുന്ന മോഡലാണ്. ഈ ടെർബോയ്ക്ക് എയർ എത്രത്തോളം അകത്തോട്ട് എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എയറിനെ കൺട്രോൾ ചെയ്യിക്കാനുള്ളൊരു ഓപ്ഷൻ വരുന്നില്ല. കാരണം ടെർബോയുടെ പവർ കൂടുന്നതിനനുസരിച്ച്, ടെർബോ വലിക്കുന്നതിനനുസരിച്ചാണ് എയറിൻ്റെ ഇൻടേക്ക് കൂടുന്നത്. അങ്ങനെ എയറിൻ്റെ ഇൻടേക്ക് കൂടുന്ന സമയത്ത് കൂടുതൽ ഫ്യൂൽ സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ പവർ ജനറേഷൻ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ പെട്രോൾ വാഹനങ്ങളിൽ എയറിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുകയാണ്. ഡീസൽ വാഹനത്തിൽ ഡീസലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് വാഹനത്തിൻ്റെ പവർ ഡിഫറൻസ് ഉണ്ടാകുന്നത്. പക്ഷേ പെട്രോൾ വാഹനത്തിൽ പെട്രോൾ കൂടുതൽ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കൂടുതൽ കൊടുക്കും. പക്ഷേ എയറിൻ്റെ കൺട്രോളിങ് മെക്കാനിസം വെച്ചിട്ടാണ് അതിൻ്റെ ഫ്യൂവലിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്നത്.